ഇനി ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 90% യുറേനിയം സമ്പുഷ്ടീകരണം ഞങ്ങൾ നടത്തും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. 90% യുറേനിയം എന്ന് പറഞ്ഞാൽ അത് വെപ്പൺ ഗ്രേഡ് യുറേനിയം ആണ്. അതായത് അത് വെച്ചിട്ട് ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാം എന്നർത്ഥം. ഇപ്പൊ അമേരിക്കയും ഇസ്രായേലൊക്കെ പേടിച്ച് തൂറിയിരിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് 60% എൻറിച്ച്ഡ് യുറേനിയം ഇറാന്റെ കയ്യിലുണ്ട് എന്നുള്ളത് വെച്ചിട്ടാണല്ലോ. അതായത് U-238 എന്ന് പറയുന്ന ഗ്രേഡിൽ നിന്നും സെൻട്രിഫ്യൂജ് സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും 235 എന്ന് പറയുന്ന കുറച്ചും കൂടെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രേഡ് യുറേനിയത്തിനെ ഉണ്ടാക്കുന്ന പരിപാടി, ആ ഉണ്ടാക്കി എടുത്തിട്ടുള്ള 238 235 എക്സ്ട്രാക്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്ന ആ പരിപാടി, ഇതാണ് സത്യത്തിലെ എൻറിച്ച്ഡ് യുറേനിയം എന്ന് പറയുന്നത്. ഇത് അൺസ്റ്റേബിൾ ആണ്. ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പരസ്പരം ഈ പറയുന്ന ന്യൂക്ലിയസുകളെ ഇടിച്ചിട്ട് അതിനെ വിഘടിച്ച് അതിൽ നിന്നും ഹീറ്റ് ഉണ്ടാക്കി ആയിട്ടാണ് ഈ പറയുന്ന ബോംബ് നിർമ്മിക്കുന്നത്. അപ്പൊ ഈ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള 90% എൻറിച്ച്മെന്റ് ഞങ്ങൾ നടത്തും എന്നാണ് ഇപ്പൊ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. വിച്ച് മീൻസ് ഞങ്ങൾക്ക് നേരെ ഇനി ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും. ഇത് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇപ്പൊ പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇറാൻ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാന് ഈ 60%-നെ 90%-ലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് ഇപ്പൊ മൊത്തത്തിലുള്ള ലോകത്തിൽ തന്നെയുള്ള പല ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. പക്ഷേ ഇത് 90% എൻറിച്ച്മെന്റ് എത്തി എന്ന് വിചാരിച്ചിട്ട് ഇവർക്കൊരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് ഡിസൈൻ ചെയ്യണം, അതിനെങ്ങനെ ഇഗ്നൈറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കണം. അങ്ങനെ പല തരത്തിലുള്ള ഫാക്ടറുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ആദ്യമേ ഡിസൈൻ ചെയ്ത് വെക്കുകയും ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തൊരു സ്ഥലത്ത് വച്ചിട്ടുണ്ട്. ഇനി 90% എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം കൂടെ കിട്ടിയാൽ മതി എന്നതാണ് അവസ്ഥ എങ്കിൽ കാര്യങ്ങൾ തിരിയും. 1-2 ആഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരു മാസം കൊണ്ട് ന്യൂക്ലിയർ ബോംബ് ഇറാൻ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഇതാണ് പ്രശ്നം. ഇത് തന്നെയാണ് അമേരിക്കയെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. അതായത് ഇതുപോലെ തന്നെ അമേരിക്കക്ക് ത്രെട്ടുള്ള വേറെ രാജ്യം ലോകത്തുണ്ട്, അത് നോർത്ത് കൊറിയയാണ്. പക്ഷേ ഇറാന് മേലെ കണ്ണും പൊട്ടിച്ചെന്ന് അറ്റാക്ക് ചെയ്ത പോലെ നോർത്ത് കൊറിയന്റെ അടുത്തോ കിം ജോങ്ങിന്റെ അടുത്തോ ചെല്ലുന്നില്ല. എന്തുകൊണ്ടാ? ഈ ന്യൂക്ലിയർ ഡിറ്ററൻസ്, ഈ ഒരു പവർ ഈ പറയുന്ന നോർത്ത് കൊറിയയുടെ കയ്യിലുള്ളത് കൊണ്ടാണ്. ഏതെങ്കിലും തരത്തിലൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ന്യൂക്ലിയർ ബോംബ് കുണ്ടിക്കിട്ട് കിട്ടും എന്നുള്ളതാണ് മേജർ ആയിട്ടുള്ള പ്രശ്നം. ഇവിടെ ഇറാൻ ചെയ്ത തെറ്റും അത് തന്നെയാണ്. അതായത് ഇവരെ വാക്കും കേട്ട് 20% എൻറിച്ച്മെന്റ് നടത്തിയിട്ട് അതവിടെ നിർത്തി. അതിനുശേഷം പിന്നെയും ഇവര് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ട്രംപ് ഇതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു പോയി. അതിനുശേഷം അവർ വീണ്ടും 60%-ലേക്ക് എൻറിച്ച്മെന്റ് എത്തിച്ചു. അപ്പോഴാണ് വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ഇപ്പൊ പറയുന്നൊരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇറാൻ ഓൾറെഡി ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്ന ആ ഒരു തലത്തിലേക്ക് എത്തി എന്നാ പറയുന്നത്. ഇപ്പോ ഏകദേശം ഒരു 100 കിലോ നാച്ചുറൽ യുറേനിയം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1000 കിലോ നാച്ചുറൽ യുറേനിയം ഇറാന്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്ന U-35 എന്ന് പറയുന്ന എൻറിച്ച്മെന്റിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ 1000 കിലോന്ന് ഇറാന് കിട്ടുക ഏകദേശം 7 കിലോ സംതിങ് മാത്രമേ ഈ U-235 എന്ന് പറയുന്ന ആ ഒരു ഗ്രേഡിലെ യുറേനിയത്തിന് കിട്ടുള്ളൂ. അത്രക്ക് ഹെവി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണത്. അപ്പോൾ വർഷങ്ങൾ എടുക്കുന്ന, കുറേ കാലം എടുക്കുന്ന ഒരു പ്രോസസ്സാണത്. അപ്പോ അങ്ങനെ 1000 കിലോന്ന് 7 കിലോ സംതിങ് കിട്ടത്തുള്ളൂ ഈ എൻറിച്ച്ഡ് യുറേനിയം എന്നുണ്ടെങ്കിൽ അതിനെ 60%-ലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പൊ ഒരു വലിയ ഒരു കുന്ന് കേറി എത്തി. ഇനി ആ കുന്നിന്റെ മേലെയുള്ള ഒരു വലിയൊരു മല എത്തി എന്ന് വിചാരിക്കുക. ഒരു വലിയ മലയാണെന്ന് വിചാരിക്കുക. ആ മല കേറിയിട്ട് ഇനി ആ മലന്റെ മേലെയുള്ള ചെറിയൊരു കുന്നും കൂടെ കയറാനുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതേ അവസ്ഥയിലാണ് ഇറാൻ നിൽക്കുന്നത്.
1000 കിലോന്ന് 7 കിലോ സംതിങ് കിട്ടത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അത്ര ഏറെ അവർ എൻറിച്ച്മെന്റ് നടത്തിയിട്ട് 60% എത്തി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അതും കൂടെ ഞങ്ങൾ ചെയ്യുമെന്നാ പറയുന്നത്. അപ്പോ വെപ്പൺ ഗ്രേഡ് യുറേനിയം ഇറാന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇറാനെതിരെ ഇവർക്ക് ഒരു സാധനം നടത്താൻ പറ്റൂല, അനങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ അടുത്ത ഒരു 6 7 1 ഇയറിന്റെ ഉള്ളിൽ ഈ പറയുന്ന അണുബോംബിനെ ഉണ്ടാക്കുകയും ആ റീജിയണൽ ജിയോ പൊളിറ്റിക്സിനെ തന്നെ അപ്പാടെ മാറ്റിമറിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഇന്ത്യ ഈ പറയുന്ന ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയ സമയത്ത് അമേരിക്ക ഇന്ത്യക്ക് നേരെ പല തരത്തിലുള്ള സാങ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. NPTEL-ഒന്നും ഇന്ത്യ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല ആ സമയത്ത്. പിന്നീട് ഈ പറയുന്ന സിവിലിയൻ ന്യൂക്ലിയർ എക്സ്ചേഞ്ച് പരിപാടിയും അങ്ങനത്തെ കുറെ അമേരിക്കയായിട്ടുള്ള കുറച്ച് എന്താ പറയാ ഈ സഹകരണങ്ങളും ഒപ്പിടലും പരിപാടികളൊക്കെ വന്നപ്പോ ആ സാങ്ഷൻസ് എല്ലാം ഇന്ത്യക്കെതിരെയുള്ള ആ സാങ്ഷൻസ് എല്ലാം നീക്കി. അപ്പോ നമ്മുടെ ന്യൂക്ലിയർ പവർ ആണെങ്കിലും അമേരിക്കനോട് അടുത്ത് അമേരിക്കയുടെ ഇഷ്ടക്കാരായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം എന്നുള്ളതാണ്. ഇറാന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എങ്ങാനും ഈ പറയുന്ന ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആദ്യം കൊണ്ടുപോയിട്ട് ഇസ്രായേലിന്റെ നെഞ്ചത്തായിരിക്കും എന്നുള്ളതാണ്. പറയാൻ പറ്റത്തില്ല ഇവന്മാരെ. അപ്പൊ ആ രീതിയിലോട്ട് കാര്യങ്ങൾ മാറുകയാണ്. ഇത്രയും കാലം അവര് ഞങ്ങൾ 60% ഇനി ചെയ്യുള്ളൂ, ഞങ്ങൾ ഇനി ഇത് ചെയ്യത്തില്ല, ഞങ്ങൾ ഇനി ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഇറാൻ ഇപ്പൊ പറയുന്നത് 90% എൻറിച്ച്മെന്റ് ഞങ്ങൾ നടത്തും എന്നാ പറയുന്നത്. അത് അത്യധികം എന്താ പറയാ അപകടപരമായിട്ടുള്ള ഒരു സാധനമാണ്. ഇനിയിപ്പോ ഇവര് ന്യൂക്ലിയർ ഫിഷൻ ബോംബാണോ ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ ഉപയോഗിച്ചത് ന്യൂക്ലിയർ ഫിഷൻ ബോംബാണ്. എന്നാൽ കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഷനും ഫ്യൂഷനും കൂടെ നടക്കുന്ന രീതിയിലുള്ള ഹൈഡ്രജൻ ബോംബ് പോലെയുള്ള വലിയ സിനാരിയോയിലോട്ടുള്ള ഒരു സംഗതിയൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ജിയോ പൊളിറ്റിക്സും ആ ഏരിയ തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്ന രീതിയിലോട്ട് മാറും. ഇങ്ങനെ നിരന്ന് നിൽക്കും ന്യൂക്ലിയർ പവേഴ്സ്. ഇന്ത്യ, പാകിസ്ഥാന്, ഇറാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കും ഈ ഒരു റീജിയണില് ന്യൂക്ലിയർ പവർ എന്നുള്ളതാണ്. ഇത് അവിടുത്തെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. അത് അതിഭീകരമായിരിക്കും എന്നുള്ളതാണ്. അപ്പോ ആ അസ്വസ്ഥതയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് UAE-യും ഖത്തറും കുവൈത്തും ബഹ്റൈനും എല്ലാം ഇപ്പൊ അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 90% എൻറിച്ച്മെന്റിലേക്ക് അവരെത്തി. ഇറാൻ എങ്ങാനും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഏരിയയുടെ കംപ്ലീറ്റ് കൺട്രോള് ഇറാന്റെ കയ്യിലോട്ട് പോകും. ഇവർ ഇറാന്റെ അടിയിൽ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലോട്ട് ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ മാറും എന്നുള്ളതാണ്. പക്ഷെ ഇത് ലോകത്തിനും ഒരു ഭീഷണി തന്നെയാണ്. അതായത് മുൻപിൻ നോക്കാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള എന്താ പറയാ വെപ്പൺസ് യൂസ് ചെയ്യുന്ന രാജ്യമായിട്ട് ഏതെങ്കിലും കാലത്ത് ഇറാൻ മാറുകയാണെന്നുണ്ടെങ്കിൽ ആ റീജിയൻ തന്നെ പ്രശ്നമുള്ള രീതിയിലോട്ട് അത് മാറും എന്നാണ് പറയുന്നത്. അപ്പോ വന്ന് 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 ഭീഷണിപ്പെടുത്തലും അറ്റാക്കും അതേപോലെ തന്നെ ഇറാന്റെ ഈ ഇറാന്റെ പോർട്ടുകൾക്ക് നേരെയുള്ള നാവിക ഉപരോധം എല്ലാം കൊണ്ടുവന്ന് അവസാനം ഇപ്പൊ അവർ ഓപ്പൺ ആയിട്ട് പറയാൻ തുടങ്ങി ഞങ്ങൾ 90% എൻറിച്ച്മെന്റ് നടത്തും എന്നുള്ള ലെവലിലോട്ട്. അപ്പൊ കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ ഈ സാങ്ഷൻസിന്റെ മേലെ സാങ്ഷൻസും കൊണ്ടുവന്ന് ഇനി നിങ്ങൾക്ക് ഞങ്ങൾ ഒരു പുല്ലും നോക്കാനില്ല, ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യും, 90% എൻറിച്ച്മെന്റ് എങ്കിൽ 90% എൻറിച്ച്മെന്റ് അത് ഞങ്ങൾ ചെയ്യും എന്നുള്ള അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തപ്പെട്ടു എന്നുള്ളതാണ് പറയാനുള്ളത്.